ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയാണ് ഇന്ന്. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരവും പരിസര പ്രദേശങ്ങളും. ഇത്തവണ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവരുടെ എണ്ണം മുൻവർഷത്തേക്കാൾ കൂടുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. തിരുവനന്തപുരം ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് പൊങ്കാലയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ 10-ന് ശുദ്ധപുണ്യാഹത്തിന് ശേഷം പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിച്ചു. പാണ്ഡ്യരാജാവിൻ്റെ വധം കഴിയുന്ന ഭാഗം തോറ്റംപാട്ടുകാർ പാടിത്തീരുന്നതോടെ 10:30 തന്നെ പൊങ്കാലയ്ക്ക് തുടക്കവുമായി. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ട് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്ക് കൈമാറി. എല്ലാ വർഷവും നമ്മൾ അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വരും. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെ. നമ്മൾ എപ്പോഴും കുരിയാത്തിയാണ് പോണത്. ഇപ്പൊ ഇവിടെ ആക്കി. എങ്ങനെയുണ്ട് ഇത്തവണ? നല്ലതായിട്ടുണ്ട്. നമ്മളെ NSSന്റെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മയുടെ അനുഗ്രഹം എല്ലാം ഉണ്ട്. ആറ്റുകാലിൽ പോയായിരുന്നോ? ഇല്ല, പോയില്ലേ, പറ്റില്ല. ഇത് കഴിഞ്ഞ വൈകിട്ട് കൊച്ചിന് താലപ്പൊലിയുണ്ട്. അപ്പൊ വർഷങ്ങളായിട്ടാണ് നമുക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. പൊങ്കാല കൊടിയേറുമ്പോ നമ്മള് പോയി തൊഴു, എത്ര കയ്യെങ്കിലും ഞങ്ങൾ പോയി തൊഴുത് അവിടെയാണ് ഇട്ടോണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ കുരിയാത്തിയിലാണ് ഇട്ടോണ്ടിരുന്നത്. പണ്ടേ ഇടുമായിരുന്നു. ഇപ്പൊ തിരക്കാന്ന് വെച്ചാൽ ഈ വർഷം ഇവിടെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ കാലൊക്കെ വയ്യാത്തത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പൊങ്കാല ഇടുന്നത്. ഞങ്ങൾ ഓഫീസിൽ നിന്ന് കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് ഇടാൻ വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ട് വന്നു. നല്ല എക്സ്പീരിയൻസ് ആണ് ഇതുവരെ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. പൊങ്കാല വിശേഷം കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ കൊല്ലം ഇടാറുണ്ടോ? ഈ കൊറോണ വന്നതിന് ശേഷം ഇപ്പോഴാണ് ഇടുന്നത്. സുഖം നന്നായിരിക്കണം. റെസിഡൻസ് അസോസിയേഷനുകളും വ്യാപാരി വ്യവസായികളും എല്ലാവരും തന്നെ തണ്ണിമത്തനും മോരും വെള്ളവും ഒക്കെ വിതരണം ചെയ്യുന്നത് ഭക്തജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് പകരുന്നത്. നമ്മുടെ കഴിഞ്ഞ 11 വർഷമായി ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടത്തുകയാണ്. പിന്നെ ഈ NSS കരയോഗം ഇടപ്പഴിഞ്ഞി പാങ്ങോട് ഈ പ്രദേശത്തുള്ള 11 റെസിഡൻസ് അസോസിയേഷനും മറ്റ് സന്നദ്ധ സംഘടനകളും ചേർന്നാണ് ഇത് നടത്തുന്നത്. ഇത് ഏകദേശം ഒരു പ്രാവശ്യം 7,000 പേർക്ക് വരെ നമ്മളിവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം അതിൽ കൂടുതൽ ആളുകൾ വരും എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് അതിൽ കൂടുതൽ ഭക്ഷണം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളും കഴിഞ്ഞ വർഷം ഇവിടെ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ നമ്മൾ NSS കരയോഗവുമായി സഹകരിച്ച് എല്ലാ വർഷവും നമ്മൾ പൊങ്കാലയുടെ പരിപാടികൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മുടെ പ്രസിഡന്റിന്റെ അകമഴിഞ്ഞ ഒരു സഹകരണമാണ് ഇവിടെ ഈ പരിപാടി ഇത്രയും ഗംഭീരമായിട്ട് നടത്താനായിട്ട് സാധിക്കുന്നത്. പ്രസിഡന്റ് 2 ദിവസമായിട്ട് ഊണും ഉറക്കവും ഉളച്ച് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിൽ ഒരു ധാരാളം NSSന്റെയും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷന്റെയും മറ്റ് സന്നദ്ധ സംഘടനയും വോളണ്ടിയർമാരെല്ലാം ചേർന്നാണ് ഈ പ്രോഗ്രാം ഇവിടെ ഗംഭീരമാക്കുന്നത്. സാക് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.